ഹായ് ഫ്രണ്ട്സ്, ഇതുപോലുള്ള പഴയ ഷൂ ഒക്കെ കാണുമല്ലോ വീട്ടിൽ, ഉപയോഗശൂന്യമായിട്ടുള്ള പഴയ ഷൂ. ഇത് വെച്ചിട്ട് നമുക്ക് ചെടികൾ വെക്കാനായിട്ട് നല്ലൊരു പ്ലാന്റർ ഉണ്ടാക്കി നോക്കിയാലോ. അതിനായിട്ട് ആദ്യം വേണ്ടത് ഇതുപോലെ പഴയ ഷൂ എടുക്കുക. പിന്നെ ഇതിലേക്ക് പ്രധാനമായിട്ട് വേണ്ടത് സിമൻ്റാണ്. അത് നമ്മളെടുക്കുന്ന ഷൂവിനനുസരിച്ച്, ഷൂവിൻ്റെ വലിപ്പത്തിനനുസരിച്ച് സിമൻറ്റിൻ്റെ അളവിൽ വ്യത്യാസം വരും. അപ്പോൾ കുറച്ച് സിമൻ്റ് എടുത്തതിന് ശേഷം വെള്ളവുമായിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. അത് ഒരു ബ്രഷ് വെച്ചിട്ടോ എങ്ങനെയെങ്കിലും ഈ ഷൂവിലേക്ക് തേച്ച് പിടിപ്പിക്കുക. നല്ല കട്ടിയിൽ തന്നെ തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് അതൊന്ന് ഉണങ്ങിയതിന് ശേഷം കുറച്ച് സിമൻ്റ് കൂടെ എടുത്തിട്ട് അത് കുറച്ച് ലൂസായിട്ട് തന്നെ വെള്ളവുമായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു ബ്രഷ് വെച്ചിട്ട് 2-3 തവണയായിട്ട് ഈ ഷൂവിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക, തേച്ച് കൊടുക്കുക. അതും വീണ്ടും നന്നായിട്ട് ഉണക്കിയെടുക്കുക. ഇടയ്ക്ക് ഉണക്കിയെടുക്കുമ്പോൾ ഒന്ന് ഉണങ്ങിയതിന് ശേഷം നമ്മൾ സാധാരണ സിമൻറ്റിൽ എന്ത് ചെയ്യുമ്പോഴും വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക, വെള്ളം നനച്ച് കൊടുക്കുകയൊക്കെ വേണമല്ലോ. അതുപോലെ ഒക്കെ ചെയ്ത് നന്നായിട്ട് ഉണക്കിയെടുക്കുക. ഒരു 2 ദിവസത്തിന് ശേഷം ഇതുപോലെ നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പെയിൻറ്റ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് വീടിൻ്റെ പെയിൻറ്റിങ്ങിനായിട്ട് ഉപയോഗിച്ചിരുന്ന കുറച്ച് ബാക്കി പെയിൻറ്റ് ഇരിപ്പുണ്ടായിരുന്നു, അതാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് വൈറ്റ് കളറായത്. ഈ വൈറ്റ് കളറ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് വേറെ ഏതെങ്കിലും കളർ യൂസ് ചെയ്യുന്നതായിരിക്കും. വൈറ്റ് ആകുമ്പോൾ പെട്ടെന്ന് അഴുക്ക് പിടിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. പിന്നെ അഴുക്ക് പിടിച്ചാലും കുഴപ്പമൊന്നുമില്ല, വാഷ് ചെയ്തെടുത്താൽ മതി. നമുക്ക് സോപ്പ് വെച്ചിട്ട് വൃത്തിയായിട്ട് കഴുകിയെടുക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് സിമൻ്റൊക്കെ വെച്ച് ചെയ്തതായതുകൊണ്ട് തന്നെ ഇതിനൊരു കേടും വരാതെ ഇരിക്കും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് പെയിൻറ്റ് ചെയ്തെടുക്കുക. അത് ഉണങ്ങിയതിന് ശേഷം ബാക്കി കാര്യങ്ങൾ ചെയ്യാം. പഴയ ഷൂ ഉണ്ടെങ്കിൽ അത് സിമൻ്റൊന്നും ഇനിയിപ്പോൾ കയ്യിലില്ലെങ്കിൽ കൂടി അതിലേക്ക് നേരിട്ട് മണ്ണിട്ട് ചെടി വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പ്ലാന്റർ ആക്കി എടുക്കാൻ പറ്റും. പക്ഷേ അത് അധിക കാലം നിൽക്കില്ല, പെട്ടെന്ന് കേടായി പോകും. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കാലം ഇത് ഇങ്ങനെ തന്നെ നിൽക്കും. എൻ്റെ കയ്യിലിപ്പോൾ ഇങ്ങനെ ചെയ്ത് വെച്ച് 3 വർഷമായ ഒരു പ്ലാന്റർ ഇരിപ്പുണ്ട്. ഒരു കേടുമില്ലാതെ. ഇടയ്ക്ക് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണമെന്നേ ഉള്ളൂ, അല്ലാതെ വേറൊരു കുഴപ്പവും ഇതിന് പറ്റില്ല. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഇതിന് വേറൊരു പ്രശ്നവും പറ്റില്ല. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഡിസൈൻ ചെയ്തെടുക്കാം. എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു ബ്ലാക്ക് ഇനാമൽ പെയിൻ്റാണ് എടുത്തിട്ടുള്ളത്. അത് വെറുതെ ജസ്റ്റ് പെയിൻറ്റിലൊന്ന് മുക്കി എടുത്തതിന് ശേഷം ഇതിന് മുകളിലേക്ക് വെറുതെ ഒരു ഡിസൈനായിട്ട് ഇങ്ങനെ കൊടുത്തതാണ്. കുറച്ചൊക്കെ വരക്കാൻ അറിയാവുന്നവരാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനൊക്കെ ഇതിൽ വരച്ചെടുക്കാം. അപ്പോൾ കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആയിരിക്കും. ഈ പെയിൻറ്റ് നന്നായിട്ടൊന്ന് ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ പ്ലാന്റർ റെഡിയായി കഴിഞ്ഞു ചെടികൾ വെക്കാനായിട്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഷൂവിന് നമ്മൾ ഹോളൊന്നും ഇട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക. വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഒരു 2-3 ദിവസം കൂടുമ്പോൾ മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. പിന്നെ പെട്ടെന്ന് കേടാവുന്ന, വെള്ളം അധികമായിട്ട് കേടുവരുന്ന ചെടികളൊന്നും വെച്ച് കൊടുക്കരുത്. സക്കലൻ്റ് പോലുള്ള ചെടികളൊന്നും വെച്ച് കൊടുക്കരുത്. കുറച്ച് വെള്ളമായാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലുള്ള ചെടികൾ വേണം വെച്ച് കൊടുക്കാനായിട്ട്. ഈ ഷൂ പ്ലാന്റർ ഇൻഡോറിലോ ഔട്ട്ഡോറിലോ എവിടെ വേണമെങ്കിലും വെക്കാം. പക്ഷേ നമ്മൾ വെക്കുന്ന ചെടികൾക്കനുസരിച്ച് ആയിരിക്കണം സ്പേസ് തിരഞ്ഞെടുക്കേണ്ടത് എന്നേ ഉള്ളൂ. അകത്തിരുന്നാലും അധികം വെയിൽ കൊള്ളാത്തടുത്ത് ഇരുന്നാലും കേടില്ലാത്ത ചെടികൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ എവിടെ വേണമെങ്കിലും വെക്കാം. സിമൻറ്റ് തേക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഷൂവിന് ഡ്രൈനേജ് ഹോൾ ഇട്ട് കൊടുത്തിട്ടാണ് സിമൻറ്റ് തേച്ചെടുക്കുന്നതെങ്കിൽ മഴയത്ത് വേണമെങ്കിലും വെക്കാം, ഒരു പ്രശ്നമില്ലാതെ. ഞാനൊരു പ്ലാന്റ് നഴ്സറിയിൽ പോയപ്പോൾ കണ്ട ഒരു ഐഡിയ ആണ്, അത് നിങ്ങളോട് കൂടി ഷെയർ ചെയ്യാമെന്ന് വെച്ചു.
പെബിൾസും മെറ്റൽ മെഷും ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. മെറ്റൽ മെഷ് ഫ്രെയിം ചെയ്തെടുത്തിട്ട് അതിനുള്ളിലേക്ക് നിറച്ച് പെബിൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു ചട്ടിയും വെച്ചിട്ടുണ്ട്. ആ ചട്ടിയിലേക്ക് ഇനി നമുക്ക് ഇഷ്ടമുള്ള പ്ലാന്റ് വെച്ച് കൊടുക്കാം. ഇത് വിദേശ രാജ്യങ്ങളിലൊക്കെ കോമൺ ആയിട്ട് കാണുന്ന ഒരു ഐഡിയ ആണ്, ഇങ്ങനെ ഫെൻസ് ഉണ്ടാക്കിയിട്ട് അതിൽ ചെടി വെച്ച് കൊടുക്കുന്നത്. ഇതിന് ഗാർബിയോൺ മെത്തേഡ് എന്നാണ് പറയുന്നത്. ഈ ഒരു ഐഡിയക്ക് ഗാർബിയോൺ മെത്തേഡ് എന്നാണ് പറയുന്നത്. ഇതേ രൂപത്തിൽ നമുക്കും ഗാർഡനിൽ ചെയ്തെടുക്കാവുന്നതാണ്. അല്ല എന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ ചെറിയ രൂപത്തിൽ ഇതിൻ്റെ മിനിയേച്ചർ രൂപമൊക്കെ നമുക്ക് ഉണ്ടാക്കിയിട്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ കണ്ടിട്ടുള്ള കുറച്ച് ഫോട്ടോസ് ഞാനിവിടെ വെക്കുന്നുണ്ട്. ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറൊക്കെ ചെയ്യുക. വീണ്ടും നമുക്ക് കാണാം. അതുവരേക്കും ബൈ ബൈ.